നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമ ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് ജനങ്ങളെ വെറുതെ അങ്ങ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഞെട്ടലിനായി ഇപ്പൊ ജനങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയെ പൂർണ്ണമായിട്ടും ആരോപണങ്ങൾ രണ്ട് കാര്യങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലൈംഗിക ആരോപണങ്ങൾ, രണ്ട് ലഹരി ആരോപണങ്ങൾ. അതിൽ രണ്ടാമത്തത് ഇതിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിലെ മരടിലെ ഒരാഡംബര ഹോട്ടലിൽ നിന്ന് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിത്ത് കൊക്കൈൻ. അദ്ദേഹത്തിന്റെ ഹോട്ടൽ റൂമിൽ ഏതാണ്ട് 20ഓളം പേർ വന്നു പോയെന്നാണ് CCTV റിപ്പോർട്ടിലുള്ളത്. ആ 20 പേരിൽ അല്ലെങ്കിൽ ആ 20ന് മേലുള്ള ആൾക്കാരിൽ പ്രമുഖ നടനും നടിയും ഒക്കെ വന്നു പോയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഓം പ്രകാശിനെ പോലീസ് ആ മരടിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 3 മുറികളാണ് ആഡംബര ഹോട്ടലിൽ അവർ ബുക്ക് ചെയ്തിരുന്നത്. ആ 3 മുറികളിലായിട്ടാണ് ഈ വിസിറ്റേഴ്സ് വന്നു പോയത്. അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ച് തീർന്നതിന് ശേഷമുള്ള കൊക്കൈനോ MDMA ഒക്കെ ആയിരിക്കണം, ഹാഷിഷോ ഒക്കെ ആയിരിക്കണം കയ്യിൽ ഉണ്ടായിരുന്നിരുന്നത്. എന്തായാലും വളരെ കുറച്ച് അളവിലുള്ള ഒരു കൊക്കൈൻ കവർ മാത്രമാണ്, സിപ്പ് കവർ മാത്രമാണ് പോലീസ് ലഭിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു രാസ പാർട്ടി അല്ലെങ്കിൽ ഒരു രാസലഹരി പാർട്ടിയുടെ ബാക്കി പത്രമായിരുന്നോ ഇതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസിന് ലഭിച്ച രഹസ്യ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയത്. ആ പഞ്ചനക്ഷത്ര ഹോട്ടലിലൊക്കെ ചെന്ന് ഇങ്ങനെ റെയ്ഡ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് ഉണ്ടായത്. എന്തായാലും പോലീസ് എത്തുമ്പോഴേക്കും എല്ലാം വന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പ്രയാഗ മാർട്ടിൻ അതുപോലെ ശ്രീനാഥ് ഭാസി എന്ന 2 പേരുകളാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലും കൊടുത്തിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും വെറുതെ പോലീസ് ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് തന്നെ വേണം കരുതാൻ. മാധ്യമങ്ങൾക്കും ആ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കിട്ടണമെന്നാണ് പോലീസിന്റെ ആവശ്യം. അത് എത്രമാത്രം നടക്കുമോ എന്ന് അറിയില്ല. കാരണം ഇതിനു മുമ്പ് പലതും നടന്നിട്ടും സ്പെഷ്യൽ ടീമിനെ വരുത്തിയാണ് ഇവിടെ ഇപ്പൊ പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചരിത്രമുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഇനിയിപ്പോ ലോകത്തിന്റെ മുമ്പിലും നാട്ടിലും ഒക്കെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ്. കാരണം മര്യാദയ്ക്ക് നടക്കുന്ന നടന്മാരും നടിമാർക്കും പോലും പേരുദോഷം കേൾപ്പിക്കുന്ന ലെവലിലാണ് മലയാള സിനിമയുടെ നടന്മാരുടെ നടിമാരുടെ ഒക്കെ പോക്ക്. ലൈംഗിക ആരോപണം മലയാള നടന്മാർക്കെതിരെയാണെങ്കിൽ രാസലഹരിയുടെ കാര്യത്തിൽ സ്ത്രീകൾ ഒട്ടും പിന്നിലല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ നടി എന്ന് പറയുന്ന അത്യാവശ്യം പ്രശസ്തയായ ഒരു നടിയാണ്. പക്ഷേ ശ്രീനാഥ് ഭാസി ഇതിനു മുമ്പും ഒരുപാട് വിവാദങ്ങളിൽ പെടുകയും വിലക്കുകൾ നേരിടുകയും ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹമൊക്കെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മെയിൻ ആയിട്ടും അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ രാസലഹരി അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മലയാള സിനിമ താരങ്ങൾക്കിടയിൽ അതീവ കൂടുതലാണ് അല്ലെങ്കിൽ അതിരൂക്ഷമാണെന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടായില്ലെങ്കിലും അതിന്റെയൊക്കെ ഒരു മറ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഗുണ്ടയുടെ കയ്യിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഗുണ്ടയുടെ റൂം സന്ദർശിക്കുന്ന ലെവലിലേക്ക് സിനിമാ നടന്മാരും നടിമാരും ഒക്കെ എത്തിയിരിക്കുന്നു. ഇനി എന്തായാലും പോലീസിന്റെ ഉന്നത വൃത്തങ്ങൾ പറയുന്നത് സിനിമ താരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം തുടരുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരുപക്ഷെ ഇനി അടുത്ത നാണക്കേടിനുള്ള കാര്യങ്ങൾ എന്തായാലും മലയാള സിനിമയിലെ താരങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ആരും തിരക്കഥകളൊന്നും എഴുതേണ്ട ആവശ്യം ഇവിടെ ഉണ്ടാകുന്നില്ല. മലയാള സിനിമ നടന്മാരും നടിമാരും ഒക്കെ തന്നെ നല്ല തിരക്കഥകൾക്ക്, ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എരിവും പുളിയുള്ള കാര്യങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. ഇതിൽ ജനങ്ങൾ കുറ്റക്കാരല്ല, മാധ്യമങ്ങൾ കുറ്റക്കാരല്ല, പോലീസാണ് നിങ്ങളെ പിടിച്ചത്. അല്ലാതെ മാധ്യമങ്ങൾ കഥകൾ വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ കുറ്റം സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊന്നും ദയവായി കൊണ്ടുവരരുത്. കാരണം ഇതെല്ലാം പോലീസിലൂടെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്. മാധ്യമങ്ങൾ നേരിട്ട് ഒളിക്യാമറ വെച്ച് പിടിച്ചതൊന്നുമല്ല, CCTV ക്യാമറയിൽ നിന്നാണ് പ്രശസ്ത താരം, പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ കുപ്രശസ്തൻ, പ്രത്യേകിച്ചും നമ്മുടെ മുത്തൂറ്റ് പോൾ വധക്കേസിലേക്ക് പ്രതിയായ ഓം പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുണ്ടാ തലവനായിട്ട് അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, കുപ്രസിദ്ധിയായിട്ട് നേടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ റൂമിൽ എന്തുകൊണ്ടാണ് സിനിമാ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടാണോ ഇനി നമ്മുടെ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഒക്കെ പോയെന്നുള്ളതിന്റെ ഉത്തരം അവർ തന്നെയാണ് പറയേണ്ടത്. സിനിമയുമായി ബന്ധപ്പെട്ടല്ലാതെ താരങ്ങൾക്ക് അവരുടെ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ പലയിടത്തും സന്ദർശിക്കേണ്ടി വരും, അതൊരു തെറ്റല്ല. പക്ഷേ ഗുണ്ടാത്തലവന്റെ റൂമിൽ എന്തിനാണ്? അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്നും പല കേസുകളിൽ, പല കൊലപാതക കേസുകളിലും പ്രതിയാണ് ഈ പറയുന്ന ഓം പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയുടെ റൂമിൽ അതിപ്രശസ്തരായ യുവതാരങ്ങൾ എന്തിന് സന്ദർശനം നടത്തണം എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും അതൊരു പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, തങ്ങളുടെ സ്വകാര്യതയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, അവിടുന്ന് ഓം പ്രകാശിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ബിസിനസ്സുകാരനെയും പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ കൊക്കൈൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊക്കൈന്റെ
കവർ ഉണ്ടായിരുന്നെന്നാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനപ്പുറം നടുക്കണ്ടം ചാടിക്കടന്നവനാണ് ഈ ഓം പ്രകാശ് എന്ന മട്ടിൽ അദ്ദേഹത്തിന് ജാമ്യം എന്തായാലും കോടതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കാരണം രാസലഹരിക്ക് ഇതിനു മുമ്പും മലയാള സിനിമയിൽ പലതരം ആരോപണങ്ങൾ, ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന പല നടന്മാരും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചിട്ടുള്ളവരാണ്. അവരൊക്കെ ഇന്ന് ഞെളിഞ്ഞ നല്ല സിനിമാ നടന്മാരും നല്ല നടപ്പുള്ള ഉണ്ണികളായും മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. അതൊരു എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഒളിച്ചു വെക്കാൻ സാധിക്കില്ല. കാരണം നമ്മളത് കുഴിതോണ്ടി പുറത്തെടുക്കും. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ അങ്ങ് ജനങ്ങളെ പറ്റിച്ചാൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സിനിമയിലെ അതിപ്രശസ്തരായ ചില താരങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിനു മുമ്പ് ഇതുപോലുള്ള രാസപദാർത്ഥങ്ങൾ, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചവരാണ്. അതിനെ അവരെ അറസ്റ്റ് ചെയ്യുകയും അത് കൈവശം വെച്ചതിന് ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഇതങ്ങ് ബോളിവുഡിലല്ല, ഇത് നമ്മുടെ പാവപ്പെട്ട മോളിവുഡിലാണ് നടക്കുന്നത്. എന്തായാലും കൊള്ളാം, മലയാള സിനിമയ്ക്ക് നല്ല ഭാവിയുണ്ട്. കാരണം ഒരുപാട് താരങ്ങൾ, നല്ല താരങ്ങൾ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തുയർത്തിയ ഒരു ഇമേജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഏതാണ്ടൊക്കെ തീരുമാനമായി. ഇനിയിപ്പോ ഏതാണ്ട് സിദ്ദിഖിന്റെ കാര്യത്തിൽ അന്വേഷണം, അതായത് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ലെവലിൽ എത്തുമെന്നോ ഇനി അദ്ദേഹത്തെ ഇനി പുറത്തേക്ക് വിടുമോന്നോ കണ്ടറിയാം. എന്തായാലും ഇനി അടുത്ത ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ബാലചന്ദ്ര മേനോൻ വരെ വന്നെത്തിയിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അപ്പൊ അതുക്കും മേലെയാണ് രാസലഹരികളും ലഹരി ഉപയോഗവും കൊക്കൈനും MDMA ഒക്കെ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല മാതൃകയായി മാറും മലയാള സിനിമയും മലയാള സിനിമാ രംഗവും. നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാർത്ത തുറന്നു കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കുറ്റമല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാരുടെ കുറ്റമല്ല, മഞ്ഞപ്പത്രക്കാരുടെ പോലും കുറ്റമല്ല. ഈ സംഭവങ്ങളെല്ലാം പടുത്തുണ്ടാക്കുന്നത് മീഡിയകളല്ല. സംഭവങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പത്രഭാഷയിൽ അതങ്ങ് പരത്തുന്നു എന്നല്ലാതെ, അതായത് ആൾക്കാരിൽ എത്തിക്കുന്നു എന്നല്ലാതെ, ഒരിക്കലും ഞങ്ങൾ കുക്ഡപ്പ് ചെയ്യുന്ന വാർത്തകളല്ല ഈ മയക്കുമരുന്ന് വാർത്തകളും അറസ്റ്റും ആഡംബര ഹോട്ടലും പ്രയാഗ മാർട്ടിനും ഒന്നും ഞങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളല്ല. ഇത് തനിയെ ഉണ്ടാകുന്നതുമല്ല. അപ്പോ അച്ചടക്കം വേണ്ടത് മലയാള സിനിമാ താരങ്ങൾക്കാണ്, അതുപോലെ നിയമത്തിനാണ്. നിയമം ഇതുപോലുള്ള പെഡ്ലേഴ്സിനെ, മയക്കുമരുന്ന് വിൽപ്പനക്കാരെയും ഗുണ്ടകളെയൊക്കെ ഇങ്ങനെ അഴിച്ചുവിടാതെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസിയിലൂടെ, നിയമത്തിലൂടെ അടക്കി നിർത്തിയാൽ എല്ലാ രംഗങ്ങളും മെച്ചപ്പെടും. എന്തായാലും മറ്റു രംഗങ്ങളിലും ലൈംഗികാതിക്രമണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു രംഗങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളെ എന്ന് താരങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രമേ എടുത്തു വെച്ച് കാണിക്കാനുള്ളൂ. നന്ദി.